Hi everyone, welcome back. This is me, RY from Swarnet. Today is Tuesday, 27th of May. ഇന്നത്തെ വീഡിയോയിലൂടെ ഗോൾഡ് ഇന്നലെ അതായത് 26th of May മൺഡേ തന്ന മൂവ്മെൻറ്റ് ആൻഡ് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് വേർ വിൽ ഇറ്റ് എൻഡ്, മാർക്കറ്റ് എവിടെ ചെന്നാണ് എൻഡ് ചെയ്യുക എന്നുള്ളത് കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ഡയറക്റ്റ്ലി. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഇതാ നമുക്കൊരു ഗ്യാപ്പ് ലെവൽ ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പ് ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ എടുത്തിട്ടാണ് ഫ്രൈഡേ, ഇതാ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഫ്രൈഡേ 23rd of May ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ വിച്ച് വാസ് ദ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ആൻഡ് മൺഡേ വലിയ വോളിയം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൺഡേ വാസ് ബാങ്ക് ഹോളിഡേ. ഈവൻ ദോ ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഇറ്റ് ടേൺഡ് ബിയറിഷ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഇതാ ഇവിടെ നമുക്കൊരു RBS ലെവൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു, അത് ബ്രേക്കായി ആൻഡ് ഇറ്റ് ടേൺ ടു എസ് സപ്പോർട്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അത് സപ്പോർട്ടായി ആക്ട് ചെയ്തു. ആൻഡ് ഇന്നലെ തിങ്കളാഴ്ച മാർക്കറ്റ് ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് 1 hour നോക്കിയാൽ മനസ്സിലാവും എന്ത്. 1 hourൽ ഇതാ ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നിരുന്നു. സോ ഫ്രം ദാറ്റ് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ബുള്ളിഷ് ട്രേഡ്സ് എടുക്കാമായിരുന്നു. ആൻഡ് വി ഹാഡ് സം ബൈ ട്രേഡ്സ്. ഓക്കെ, ഇതാ ഈ സപ്പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ട്രേഡ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ ബുള്ളിഷായി ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇന്ന് ഇതാ ഓൾമോസ്റ്റ് ഇപ്പോൾ നല്ല രീതിയിലൊരു സെൽ ഓഫ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അതൊരു 53, അതായത് 530 പിപ്സിൻ്റെ സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നടന്നതിനുള്ള റീസൺ നമുക്കൊന്ന് നോക്കാം. ഇതിനുള്ള റീസൺ നമുക്കിതാ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ലെവലും കാണുന്നില്ല. ലാസ്റ്റ് ലെവൽ ഇതാ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഇനിയുള്ളത് ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ലെവൽ വരും. അൺടിൽ നൗ ഇവിടെ ഒരു ലെവലും നമുക്കില്ല. ഓക്കെ, സോ നമുക്ക് അവിടെയുള്ള ലെവൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് സ്റ്റോറി ലൈൻ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ടച്ച് ആയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതാ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ സെക്കൻഡ് ടച്ച് ആയിട്ടും എടുക്കാം. സോ ഇതാ ഈ ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുള്ളത് ഇതാ നമ്മുടെ തേർഡ് ടച്ച് ഓൺ ദിസ് ട്രെൻഡ് ലൈൻ. നിങ്ങൾ ലൈൻ ചാർട്ട് ആക്കി ഒന്നുകൊണ്ട് ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഇതാ ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച് ആൻഡ് ദ തേർഡ് ടച്ച് മുതൽ എന്താണ് നമുക്ക് സ്റ്റോറി ലൈൻ ഈസ് അഗെയിൻ ബിയറിഷ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 1 hourൽ പോയിട്ട് കാണിച്ചു തരാം. ഇതാ 1 hourൽ ഇവിടെ ഇതാ ഈ ഒരു ടച്ച് വന്നതിന് ശേഷം, ഈ ഒരു ഏരിയയിൽ ടച്ച് വന്നതിന് ശേഷം ഫ്രം ദിസ് ബ്രേക്ക്ഔട്ട് നമുക്കിവിടെ ഒരു QM സെറ്റപ്പ് ഫോം ആയി. അതിനുശേഷം ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ. ഓക്കെ, ക്ലിയർ ആയിട്ട് അത് ബിയറിഷ് ആയിട്ടുണ്ട്. സോ നമ്മളിത് എവിടെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, വേർ വിൽ ഇറ്റ് എൻഡ്? ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആസ് നമുക്കിതാ ഇവിടെ ഒരു ഡെയിലി സപ്പോർട്ട് പ്ലസ് ഒരു ഗ്യാപ്പ് ലെവൽ ഉണ്ട്. ഈവൻ ദോ ദിസ് ഗ്യാപ്പ് ലെവൽ ഈസ് നോട്ട് ഫ്രഷ്, നമുക്കിവിടെ ഇതാ ഒരു ഡെയിലി സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇപ്പം മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഗസ് ഇത് തോനെ താഴോട്ട് പോവില്ല. ദിസ് സപ്പോർട്ട് വിൽ ഹോൾഡ് ഇറ്റ്. ഓക്കെ, സോ അതായിരുന്നു ഇന്നത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ ഇനി നമുക്ക് ഇതുപോലത്തെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഡു മോർ. Until then, bye.